കണ്ണൂരിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ നേടിയത് വൻ വിജയം. 1,08,982 വോട്ടിനാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി MB ജയരാജനെ പരാജയപ്പെടുത്തിയത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത്. മൂന്നാം തവണയാണ് സുധാകരൻ കണ്ണൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, സംഘടനാ പ്രവർത്തനത്തിന്റെ കരുത്തുണ്ട്. അത് രണ്ടും കൂടുമ്പോഴേ വിജയിക്കൂല. തെരഞ്ഞെടുപ്പ് രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒരു വിജയം നേടണമെങ്കിൽ അത് രണ്ടും വേണം. അത് രണ്ടും ഒത്തുവന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാന ഘടകം. രണ്ട് ഗവൺമെന്റ്, ഒരു ഗവൺമെന്റ് അല്ല, രണ്ട് ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും, രണ്ട് ഗവൺമെന്റിന്റെ തിക്താനുഭവം ഇത്രയൊന്നും കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഇത്രയും നാണം കെട്ട നെറികെട്ട ഒരു ഭരണം കേരളത്തിൽ ആരും നടത്തിയിട്ടില്ല. ഇടതുപക്ഷക്കാർ എത്രയാൾ ഭരിച്ചു? നമ്പൂരിപ്പാട് ഭരിച്ചിരിക്കുന്നു, നായനാർ ഭരിച്ചിരിക്കുന്നു, അച്യുതമേനോൻ ഭരിച്ചിരിക്കുന്നു, എല്ലാവരും ഭരിച്ചിട്ടില്ലേ? ആരെങ്കിലും ഞങ്ങളിങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ പറയുന്നത്? സ്വന്തം മക്കളുടെ കുടുംബത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ നാടിന്റെ താല്പര്യം വെട്ടിമുറിച്ച് തകർക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ എന്ത് നേട്ടം? കെ സുധാകരന്റെ തേരോട്ടത്തിനിടയിൽ കണ്ണൂരിലെ CPMന്റെ ചുവന്ന കോട്ടകളടക്കം ഇളകി. ശക്തമായ മത്സരം പ്രവചിച്ചിരുന്ന കണ്ണൂർ ഒടുവിൽ അനായാസം കെ സുധാകരൻ നേടുകയായിരുന്നു. CPMന്റെ എല്ലാ കണക്കുകൂട്ടലുകളും ഇവിടെ പിഴച്ചു. EVM വോട്ടുകൾ എണ്ണി തുടങ്ങിയത് മുതൽ വോട്ടെണ്ണൽ അവസാനിക്കുന്നത് വരെ കെ സുധാകരൻ മുന്നിട്ട് നിന്നു. ഓരോ റൗണ്ടിലും ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരുന്നു. മുസ്ലിം, ക്രിസ്ത്യൻ, ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി ഒഴുകിയെത്തിയതാണ് മിന്നും വിജയത്തിന് പ്രധാന കാരണം. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും LDFന് കണ്ണൂരിൽ പ്രതിരോധിക്കാനായില്ല എന്നുള്ളത് ഒരു സത്യമാണ്. കണ്ണൂരിൽ പോൾ ചെയ്ത 10,44,860 വോട്ടിന്റെ 48% കെ സുധാകരൻ നേടി. 5,18,524 വോട്ടാണ് സുധാകരൻ നേടിയത്. MB ജയരാജന് 4,09,542 വോട്ട് നേടാൻ സാധിച്ചു. അതായത് 38%. UDF മുന്നേറ്റത്തിനിടയിലും NDA സ്ഥാനാർത്ഥി C രഘുനാഥ് 50,000-ലധികം വോട്ട് കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ നേടാനായി. 1,19,876 വോട്ട്, അതായത് 11.27% രഘുനാഥ് നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി UDFന്റെ ഒപ്പം നിൽക്കുന്ന കണ്ണൂർ, ഇരിക്കൂർ, പേരാവൂർ, അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ വലിയ ലീഡ് UDFന് കിട്ടി. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഈ മണ്ഡലങ്ങളിലെ സ്വാധീനം അടിത്തറയാക്കുകയാണ് UDF. കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി UDFനൊപ്പം നിൽക്കുന്ന കണ്ണൂർ, ഇരിക്കൂർ, പേരാവൂർ, അഴീക്കോട് നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ലീഡ് UDF നേടി. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഈ മണ്ഡലങ്ങളിലുള്ള സ്വാധീനം അടിത്തറയാക്കിയാണ് UDF കണ്ണൂർ ലോക്സഭാ സീറ്റിൽ ജയിക്കാറുള്ളത്. അതിനൊപ്പം CPM ശക്തികേന്ദ്രമായ തളിപ്പറമ്പിലും കെ സുധാകരൻ വ്യക്തമായ ലീഡ് നേടി. CPM കോട്ടയായ മട്ടന്നൂരിലും ധർമ്മടത്തും LDFന് ലീഡ് ഗണ്യമായി കുറയുകയും ചെയ്തു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.